ഇത്തവണത്തെ നോബൽ സമാധാന സമ്മാനം ലഭിച്ചിരിക്കുന്നത്, നോബൽ പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ട്രംപിനല്ല, അത് മരിയ കൊറീന മച്ചഡോയ് എന്ന് പറയുന്ന വനിതയ്ക്കാണ്. ഇപ്പോൾ അവർക്കെതിരെ മുസ്ലിം സംഘടനകളുടെ വലിയൊരു പ്രതിഷേധം നടക്കുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചഡോയ്ക്ക് 2025 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചതിൽ പിന്നാലെ ലോകമെമ്പാടും നിന്ന് അഭിനന്ദനങ്ങൾ നിറഞ്ഞൊഴുകുമ്പോൾ ചില മുസ്ലിം സംഘടനകൾ ഹിറ്റ്ലറുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അനുയായിയാണെന്ന് ആരോപിച്ച് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം പിൻവലിക്കണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആരാധികയായിട്ടുള്ള ശ്രീമതി മച്ചാഡോ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടും രാജ്യത്ത് ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടിയുള്ള അഹിംസാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. അതുകൊണ്ടാണ് അവരെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് തിരഞ്ഞെടുത്തത്. എന്നിരുന്നാലും അവർ വലതുപക്ഷത്തേക്ക് അടുക്കുകയാണെന്നും ഇവരുടെ എതിരാളികൾ പറയുന്നു. നൊബേൽ നൽകിയതിന് വൈറ്റ് ഹൗസും വിമർശിച്ചു. സമ്മാനം നൽകുന്നതിൽ സമാധാനത്തെക്കാൾ രാഷ്ട്രീയത്തിനാണ് നോബൽ കമ്മിറ്റി കൂടുതൽ പ്രാധാന്യം നൽകിയതെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. വെനിസ്വേലക്കാർ അതിയായി സന്തോഷിക്കുന്നു. നാടുകടത്തപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണെന്ന് അവർ പറയുന്നു. എന്നിരുന്നാലും വെനിസ്വേലൻ സർക്കാരിന് മേൽ വിദേശ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ മച്ചാഡോ പിന്തുണയ്ക്കുന്നുവെന്ന് പറയുന്നവരും വെനിസ്വേലയ്ക്ക് അകത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുകളിൽ പറഞ്ഞ കാരണം ചൂണ്ടിക്കാട്ടി ആ കാരണത്താൽ മാത്രം അവർക്ക് നോബൽ സമ്മാനം ലഭിക്കരുതെന്ന് പറയുന്നു. അതായത് ഇവർ ഹിറ്റ്ലറുടെ അനുയായിയാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. മുസ്ലിം സംഘടനകൾ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള മുസ്ലിം പൗരാകാശ സംഘടനയായിട്ടുള്ള കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് നൊബേൽ കമ്മിറ്റിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയുന്നു. മച്ചാഡോയ്ക്ക് നൽകിയ അവാർഡ് പിൻവലിക്കണം. ഇസ്രായേലിലെ മുസ്ലിം വിരുദ്ധ അജണ്ടയെ മച്ചാഡോ പിന്തുണയ്ക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ പരസ്യമായി അവർ പിന്തുണയ്ക്കുകയാണ്. വെനിസ്വേലയിൽ അട്ടിമറി നടത്താൻ മച്ചാഡോ ശ്രമിക്കുകയാണെന്ന് മുൻ വെനിസ്വേലൻ വൈസ് പ്രസിഡന്റ് പാബ്ലോ ഇഗ്നേഷ്യസും പറയുന്ന ഒരു സാഹചര്യവും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.